എത്ര പറഞ്ഞാലും ഈ ഏടത്തേക്ക് വിശ്വാസമാവില്ല. എന്താ ചെയ്യാ? ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു ശ്രുതി പരക്കോ? ശ്രുതി വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട്. ആരെങ്കിലും ഒന്നുമല്ല, തെക്കേടുത്ത മാളിച്ചെറിയമ്മ എന്നോട് പറഞ്ഞത് നിന്നെ ഒന്ന് ഗുണദോഷിക്കണമെന്ന്. ആ ചെറിയമ്മയ്ക്ക് വേറെ ജോലി ഉണ്ടോ പരദൂഷണം അല്ലാതെ? ഇല്ലാന്നേ, ഒന്നുമില്ല. പാട്ടിനെ പറ്റി ചിലപ്പോ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്, അത്ര തന്നെ. ആരും ഇല്ലാത്ത നേരത്ത് രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോലും കാവലിരുന്നുള്ള സ്വകാര്യം പറച്ചില്. ഒന്നും ഞാൻ അറിയില്ലെന്നാണോ ഭാവം? ഞാൻ വേണമെങ്കിൽ തല കുത്തി ഇന്ന് സത്യം ചെയ്യാം. ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവും ഞാനും തങ്കമണി തമ്മിലില്ല. നുണ, ശുദ്ധ നുണ. എന്തിനാ ഹരി എടുത്തോട് ഇങ്ങനെ കളവ് പറയുന്നത്? സത്യം ഞാൻ പറയാം, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ഹരി, ഈ കേട്ടത് നേരാണോ? സത്യമാണ് എടുത്തി. ഞാൻ തങ്കമണിയോടല്ലേ ചോദിച്ചത്, ഇവൻ പറയട്ടെ. അതെ. ഇതെങ്ങാനും ആ തമ്പ്രാക്കന്മാരുടെയോ അച്ഛന്റെ ചെവിയിൽ എത്തിയാൽ എന്താവും സ്ഥിതിയെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ കോലോത്തുള്ളവരാ, വലിയവരാ. കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഉടനെ അതങ്ങ് മറന്നേക്കും. അതാ നല്ലത്. എനിക്ക് ഹരിയെ മറക്കാൻ പറ്റില്ല. ഈ തങ്കമണി ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരിയെ മാത്രമായിരിക്കും. ഈ തങ്കമണി ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരിയെ മാത്രമായിരിക്കും. 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 ഹരിക്കിപ്പോ ഇവിടുത്തെ ആഹാരമൊക്കെ പിടിക്കുവോ? ഇവിടെ നിന്നും കഴിച്ച ആഹാരത്തിന്റെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ട്. കുട്ടിക്കാലത്ത് വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ്. പഴയ കഥയൊന്നും മറന്നിട്ടില്ലല്ലേ? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ദൈവവിധിയാണ്. നമ്മളൊന്ന് മോഹിക്കും, മുകളിലുള്ള ആള് വേറൊന്ന് വിധിക്കും. ഹരിയെ കണ്ടതും പകുതി അസുഖം മാറി തമ്പുരാട്ടിക്ക്. ശരിയാ മാഷ് പറഞ്ഞത്, വളരെ വ്യത്യാസമുണ്ട്. മാഷക്ക് കേൾക്കണോ? പ്രസവിച്ച് 28 കഴിയുന്നതിന് മുൻപ് ഹരിയുടെ അമ്മ മരിച്ചില്ലേ? ഇവന്റെ ഏടത്തി കുഞ്ഞലക്ഷ്മിയെ ഇവനെ ഇവിടെ കൊണ്ടുവരിക. അന്ന് എന്റെ കുട്ടന് 2-2.5 വയസ്സാ. കുട്ടനായിട്ടാ ഇവൻ അംഗം. പിന്നെ കുട്ടനെ തള്ളി മാറ്റി ഇവൻ എന്റെ മുല കുടിക്കുന്നത് എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. തമ്പുരാട്ടി കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോ ഉറങ്ങാതെ രാവും പോലും കൂടെ തന്നെ. ഓർക്കുന്നുണ്ടോ? അന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചു മകനാണോ എന്ന്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ മനസ്സിലെ അമ്മ എന്നും എന്നും തമ്പുരാട്ടിയായിരുന്നു.
കുട്ടൻതമ്പുരാന്റെ വിവരം ഏട്ടത്തി എഴുതിയിരുന്നു. പക്ഷേ വരണമെന്ന് വിചാരിച്ചു, തരായില്ല. അവർക്ക് സംസാരിക്കാൻ വയ്യ. കുട്ടൻതമ്പുരാന്റെ മരണശേഷം ഇങ്ങനെയാ. മിണ്ടാട്ടമില്ല, ഒരു ഭാഗം തളർച്ച. അവിചാരിതമായിട്ടായിരുന്നല്ലോ കുട്ടൻതമ്പുരാന്റെ മരണം. എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഉള്ളിൽ ബോധമുണ്ടാവും, പുറത്തേക്ക് കാണിക്കാൻ വയ്യ. അങ്ങനെ അത്രയും സൂക്കേട്. ഒന്നൊന്നര കൊല്ലം ചികിത്സിച്ചിട്ടാ ഇങ്ങനെയെങ്കിലും നടക്കാറായത്. കുറെ കഴിയുമ്പോ താനെ നേരെയാവുന്ന വൈദ്യന്മാരുടെ പക്ഷം. തമ്പുരാട്ടി ക്ഷണിച്ച ഇവന് വരാം. നമ്മളൊന്നും ഇതിന് ആരുമല്ല. ഞാൻ എത്ര തവണ എഴുതി ഒന്നിവിടെ വന്നു പോകാൻ. മേൽവിലാസം തന്നെ കിട്ടിയത് പത്രങ്ങളിൽ നിന്ന്. മതി നിന്റെ പരിഭവം പറച്ചില്. എത്ര നേരമായി? 5-6 വർഷത്തെ കണക്കില്ലേ, പറഞ്ഞു തീർക്കട്ടെ. ആര് ക്ഷണിച്ചാലും വന്നല്ലോ, നിനക്ക് അതുപോരെ? മതിയെടുത്തി, വേണ്ട. നിന്നെ കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. എന്തിനാണ് ഈ താടി ഇങ്ങനെ വളർത്തിയത്? സന്യസിക്കാൻ ഭാവമുണ്ടോ? നേരെ എത്രയായി? ഒരാള് വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. വാ.
വാ ഇങ്ങോട്ട് വാ. ഒളിച്ചിരിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് മാറി നിൽക്ക്. കാണണമെന്ന് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ വർത്തമാനം ഒന്നും ചോദിക്കുന്നില്ലേ? എന്ത് ചോദിക്കാൻ? എന്തെങ്കിലും ചോദിക്കേ. നന്ദിനി കുട്ടിക്ക് നാളല്പം കൂടിയും പോയി, ഇവിടെ ഒരാൾക്ക് അത് തീരെ ഇല്ലാണ്ടും പോയി. ഹരി, നിന്റെ കാസറ്റുകളുടെ ഒരു കട തന്നെയുണ്ട് ഇവളുടെ വീട്ടില്. ഒരെണ്ണം വിടില്ല. നീ ഇവിടെ ടി വിയിൽ പാടിയില്ലേ, അതും കൂടി കാസറ്റിൽ പകർത്തി വെച്ചിരിക്കുന്നു. ഞാൻ പോട്ടെ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. എന്താ പതിവില്ലാത്തൊരു സന്തോഷം മോൾക്ക്? ഒന്നുമില്ല അച്ഛാ. ലക്ഷ്മമ്മ എത്ര നേരെ മോളെ അന്വേഷിക്കുന്നു. ഇന്ന് അമ്പലത്തിൽ നിറമാലയുള്ളവരെ മോള് മറന്നുപോയോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ നന്ദിനിക്കുട്ടി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ ബന്ധം മാഷ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. നീ പോകുന്നതിന് മുമ്പ് അതങ്ങ് ഉറപ്പിച്ചാലെന്താ? എല്ലാം അറിയാവുന്ന ഏട്ടത്തി തന്നെയാണോ ഈ പറയുന്നത്? തങ്കമണിയുടെ കാര്യമല്ലേ, അതങ്ങനെ സംഭവിച്ചു. ഓരോരുത്തരുടെ തലയിലെഴുത്ത്. നിനക്ക് വിധിച്ചത് നന്ദിനിക്കുട്ടിയാ, അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കണോ? നന്ദിനിക്കുട്ടിക്ക് ഇപ്പൊ എന്താ ഒരു കുറവ്? ഞങ്ങള് വാര്യമാഷ്ക്ക് വാക്കുകൊടുക്കാൻ പോവാണ്. വേണ്ട ഏട്ടത്തി, ഞാനിപ്പോ അതിനൊന്നും വന്നതല്ല. നിങ്ങൾ നടന്നോളൂ, ഞാൻ വരാം. തങ്കമണി, തങ്കമണി, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഹരിദാസ്. എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും ഒന്ന് പറയൂ. എന്നെ ഓർമ്മിക്കുന്നു എന്നെങ്കിലും. നമ്മൾ ഒരുമിച്ച് പാട്ട് പഠിച്ചതൊക്കെ നീ മറന്നുപോയോ? തങ്കമണി, തങ്കമണി, തങ്കമണി.